ഹായ് ഫ്രണ്ട്സ്, SWR പവർ മീറ്റർ ഉണ്ടാക്കുന്നതിനുള്ള മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. HF, VHF എന്നിവ അളക്കുവാനായി PCBയിൽ ഉണ്ടാക്കുന്ന ഇത്തരം ഒരു കപ്ലറിൻ്റെ പേരാണ് മോണിമാച്ച് കപ്ലർ. മോണിമാച്ചർ കപ്ലറിൻ്റെ സെൻട്രൽ പാർട്ടിലൂടെയുള്ള RF വോൾട്ടേജിന് അനുകമായ ഒരു വോൾട്ടേജ് സൈഡ് പാഡിലുണ്ടാവും. ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം പ്രകാരം ഒരു ഡയോഡിൽ ഫോർവേഡ് വോൾട്ടേജും മറ്റ് ഡയോഡിൽ റിഫ്ലക്റ്റർ വോൾട്ടേജും കിട്ടുന്നതാണ്. ഇവയെ ഇത്തരം ഒരു റെസിസ്റ്റൻസ് ഡിവൈഡർ നെറ്റ്വർക്ക് ഉപയോഗിച്ച് വോൾട്ടേജ് കൂടി സെൻസ് ചെയ്ത് ഇതിനെ ഒരു പവർ മീറ്ററായി മാറ്റുവാൻ സാധിക്കും. ഇനി ഇതിൻ്റെ രണ്ടറ്റത്തുമായിട്ട് ഒരു കണക്ടർ പിടിപ്പിക്കണം. കണക്ടർ പിടിപ്പിച്ചിട്ട് അതിൻ്റെ നെഗറ്റീവ് കണക്ഷൻ ഇത് വഴി കൊടുക്കാം. അതിനുശേഷം കപ്പാസിറ്റർ കണക്ട് ചെയ്യാം. മോണിമാച്ച് കപ്ലിങ്ങിൻ്റെ അസംബ്ലിങ് പൂർത്തിയായിരിക്കുന്നു. ഇതിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത് സെൻറ്ററിലൂടെയുള്ള ഈ കണ്ടക്ടറാണ്. സെൻറ്റർ പാഡിന് ഇരുവശവുമായിട്ട് 2 PCB ട്രാക്കുണ്ട്. ഇവ തമ്മിൽ കണക്ഷനില്ല. തമ്മിലുള്ള ഗ്യാപ്പ് കാണാമല്ലോ, 1 മില്ലിമീറ്റർ ഗ്യാപ്പാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ടോട്ടൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. സെൻട്രൽ ട്രാക്കിലൂടെ പോകുന്ന പവറിന് കറസ്പോണ്ടിങ് ആയിട്ട് വോൾട്ടേജ് 2 വശത്തുള്ള ഈ ട്രാക്കിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അതിനെ ഈ ഡയോഡ് ഉപയോഗിച്ച് റെക്ടിഫൈ ചെയ്ത് കപ്പാസിറ്റർ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്യുന്നു. IN60 ഡയോഡ്, 104 PF കപ്പാസിറ്റർ. ഈ ഡയോഡ് ഉപയോഗിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റാണ് ഈ ട്രാക്കിലുള്ള ഡയോഡ് ഫിൽട്ടർ കപ്പാസിറ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഓരോ പാഡിനും മറ്റേ വശം 50 ഓംസ് ടെർമിനേഷന് വേണ്ടി 100 ഓംസിൻ്റെ 2 റെസിസ്റ്റർ പാരലായി ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ വശത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് 50 ഓംസ് ടെർമിനേഷനായി കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു സിമെട്രിക്കൽ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇതിൻ്റെ സെൻസിറ്റിവിറ്റി അനുസരിച്ച് ഏതെങ്കിലും ഒരു വശത്താണ് നല്ല റീഡിംഗ് കാണിക്കുക, അപ്പോൾ ആ ഭാഗം കണ്ടുപിടിച്ച് ഉപയോഗിക്കുക. ഇനി ഇതിനെ റേഡിയോയായി കണക്ട് ചെയ്ത് ഇതിലുണ്ടാകുന്ന ഫോർവേഡ് വോൾട്ടേജും റിഫ്ലക്റ്റഡ് വോൾട്ടേജും എത്രയെന്ന് അളന്ന് നോക്കാം. ഇതൊരു മൈക്രോബിറ്റക്സ് ആണ്. മൾട്ടി ബാൻഡ് മൈക്രോബിറ്റക്സ് 7 MHz കണക്ട് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഔട്ട്പുട്ട് 5 വാട്ട്സ് ഇവിടെ കിട്ടുന്നു. ആൻറ്റിനയിലേക്ക് കണക്ട് ചെയ്യുന്നത് ഈ വശമാണ്. 40-20 ഒരു ഫാൻ ടൈപ്പോൾ ആൻറ്റിനയാണ്. ഇതിൻ്റെ കണക്ട് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ കാണാം. ഇതിൽ ഏതെങ്കിലും ഒരു വശം ഇൻപുട്ടായും മറുവശം ഔട്ട്പുട്ടായും സെലക്ട് ചെയ്യുക. മൾട്ടിമീറ്റർ 20 വോൾട്ട് റേഞ്ചിൽ വെച്ചതിന് ശേഷം മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്യുക. പോസിറ്റീവ് പ്രോബ് ഉപയോഗിച്ച് എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് മെഷർ ചെയ്യാം. അതിനായി റേഡിയോ PTT പ്രസ് ചെയ്തുകൊണ്ട് സംസാരിക്കുക. PTT പ്രസ് ചെയ്യുമ്പോൾ തന്നെ റീഡിങ് മാറിക്കൊണ്ടിരിക്കുന്നത് കാണാം. അതിന് കാരണം ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ നെഗറ്റീവ് കണക്ഷൻ കൊടുത്തിട്ടില്ല. ഈ വയർ ഉപയോഗിച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട് തമ്മിലുള്ള നെഗറ്റീവ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. വീണ്ടും വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നെഗറ്റീവ് പ്രോബ് ഗ്രൗണ്ടിൽ കണക്ട് ചെയ്തു. പോസിറ്റീവ് പ്രോബ് ഉപയോഗിച്ച് വോൾട്ടേജ് മെഷർ ചെയ്യാം. അങ്ങനെ പ്രോബ് കണക്ട് ചെയ്തപ്പോൾ റീഡിങ് ഇപ്പോൾ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നില്ല. PTT പ്രസ് ചെയ്ത് നോക്കാം. PTT പ്രസ് ചെയ്തുകൊണ്ട് മൈക്കിലൂടെ ഊതുമ്പോൾ ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇതിൽ ഒരു വശം വോൾട്ടേജ് കൂടുതലും മറുവശത്ത് വോൾട്ടേജ് കുറവുമായിരിക്കും കിട്ടുന്നത്. ഇനി ഇവയെ റിവേഴ്സ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൽ ആദ്യം ഇൻപുട്ടായ വശം ഔട്ട്പുട്ടായും ഔട്ട്പുട്ടായ വശം ഇൻപുട്ടായും
കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി ഇതിലെ വോൾട്ടേജ് മെഷർ ചെയ്ത് നോക്കാം. ആലോ ആലോ പവർ ഔട്ട്പുട്ട് കൂടിയ ഒരു SWR പവർ മീറ്റർ ഉണ്ടാക്കാനായി PCBയിലുള്ള ട്രാക്ക് പാഡ് പോരാ. അതിനായി കോപ്പർ ട്യൂബുകൾ മുറിച്ചെടുത്ത് ഇതുപോലൊരു മോണിമാച്ച് കപ്ലർ ഉണ്ടാക്കിയെടുക്കാം. കോപ്പർ ട്യൂബ് 10 സെൻറ്റിമീറ്റർ നീളത്തിൽ 3 എണ്ണം മുറിച്ചെടുക്കുക. ഇതിലും കനം കുറഞ്ഞ ട്യൂബാണേലും കുഴപ്പമില്ല. അതല്ല എങ്കിൽ ടെലിസ്കോപ്പിക് ആൻറ്റിന ഒരെണ്ണം എടുത്ത് അതിനുള്ളിലുള്ള ട്യൂബ് എടുത്താലും മതിയാവും. ഏകദേശം 10 സെൻറ്റിമീറ്റർ നീളത്തിൽ മുറിച്ചെടുക്കാം. 10 സെൻറ്റിമീറ്റർ എന്നത് ഒരു കൃത്യമായ കണക്കല്ല, നീളം കൂടുകയോ കുറയുകയോ ചെയ്യാം. മുറിച്ചെടുത്തിരിക്കുന്ന ഈ ട്യൂബുകൾ ഇതുപോലെ ഒരു കോപ്പർ ക്ലാഡ് കട്ട് ചെയ്ത് ഇതിലിങ്ങനെ ഫിക്സ് ചെയ്ത് എടുക്കണം. 3 എണ്ണം കൃത്യമായ അകലത്തിൽ ഇങ്ങനെ വയ്ക്കുക. മറുവശത്തും അപ്രകാരം ചെയ്യാം. അതിനുശേഷം ഇവയെ നല്ലവണ്ണം സോൾഡർ ചെയ്യുക. ആ PCBയിൽ ലെഡ് കൂട്ടിയിരിക്കുന്നു, ഇല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ അതിൻ്റെ നിറം മങ്ങിപ്പോകുന്നതായിരിക്കും. ഇനി ഓരോ പൈപ്പും ഇവിടെ വെച്ച് സോൾഡർ ചേർക്കാം. തമ്മിലുള്ള ഗ്യാപ്പാണ് മുഖ്യം. വളരെ ഫ്രീക്വൻസി സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ ഗ്യാപ്പ് കൂടുന്നതനുസരിച്ച് വോൾട്ടേജ് ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് വോൾട്ടേജിൽ വ്യത്യാസം ഉണ്ടാവും. വളരെ വർഷങ്ങൾക്ക് മുന്നേ VU3 NSH ഉണ്ടാക്കിയ HF-VHF SWR മീറ്ററാണിത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മോണിമാച്ച് കപ്ലറിൻ്റെ PCB ആണ് ഈ കാണുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡയറക്ഷണൽ കപ്ലർ നമുക്കുണ്ടാക്കാം. അതിനായി RG58 കേബിളിൻ്റെ ഏകദേശം 15 സെൻറ്റിമീറ്റർ നീളത്തിൽ മുറിച്ചെടുക്കുക. നടുഭാഗം ഏകദേശം 10 സെൻറ്റിമീറ്റർ നിർത്തി രണ്ടറ്റത്തു നിന്നും ഇൻസുലേഷൻ മുറിച്ച് മാറ്റണം. ഇതുപോലെ രണ്ടറ്റത്തു നിന്നും ഇൻസുലേഷൻ നീക്കിയതിന് ശേഷം ഷീൽഡ് വയറിൻ്റെ ഭാഗവും സെൻട്രൽ കോറും ഇതുപോലെ വയ്ക്കുക. അതിനുശേഷം ഇതിനുള്ളിലൂടെ 2 കോപ്പർ വയർ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കടത്തിവിടുക. അതിനായി ഇതുപോലൊരു നീളമുള്ള നീഡിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ നീഡിൽ ഇതിനുള്ളിലൂടെ കടത്തിയിരിക്കുകയാണ്. അതിനായി ഒന്നുകിൽ ഹോട്ട് എയർ അടിക്കുക, അല്ലെങ്കിൽ സ്റ്റവിലെ ബർണറിൻ്റെ പുറത്ത് വെച്ച് പതുക്കെ ഒന്ന് ചൂടായി കൊടുക്കേണ്ടി വരും. കേബിളിനുള്ളിലൂടെ ഷീൽഡിനും സെൻട്രൽ കോറിനും ഉള്ളിലൂടെ 2 കോപ്പർ വയർ കടത്തി എടുത്തിരിക്കുകയാണ്. ഇതിൽ ഒരെണ്ണത്തിൽ ഫോർവേഡ് വോൾട്ടേജായും മറ്റൊരെണ്ണത്തിൽ റിവേഴ്സ് വോൾട്ടേജും റിഫ്ലക്റ്റഡ് വോൾട്ടേജും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു മോണിമാച്ച് കപ്ലറിൻ്റെ മറ്റൊരു രൂപമാണ്. ഇനി സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണുന്ന പോലെ കണക്ഷൻസ് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. വളരെ സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മോണിമാച്ച് കപ്ലർ ടൈപ്പ് ഡയറക്ഷണൽ കപ്ലർ ആണിത്. ഒരു കഷണം RG213 അല്ലെങ്കിൽ RG58 കേബിളിൻ്റെ സെൻട്രൽ കോറിനും ഷീൽഡിനും ഇടയിലൂടെ കടത്തിയെടുത്ത 2 കോപ്പർ വയർ ഉപയോഗിച്ച് ഈ സർക്യൂട്ടിൽ കാണുന്നത് പോലെ വയറിംഗ് ചെയ്താൽ ഒരു SWR പവർ മീറ്റർ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ഫോർവേഡ് റിഫ്ലക്റ്റർ പവർ ചേഞ്ച് ചെയ്യുന്നതിനായി ഒരു SPDT സ്വിച്ച് ഉപയോഗിച്ചിരിക്കുന്നു. കാലിബ്രേഷൻ പർപ്പസിനായി ഒരു പൊട്ടൻഷ്യോ മീറ്ററും കാണാം. ഇതുപോലൊരു സർക്യൂട്ട് നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതുവരെ പറഞ്ഞ വ്യത്യസ്ത തരം മോണിമാച്ച് കപ്ലറിൽ നിന്നുള്ള ഫോർവേഡ് വോൾട്ടേജ്, അതുപോലെ റിഫ്ലക്റ്റർ വോൾട്ടേജ്, അല്ലെങ്കിൽ ടാറ്റനം മാച്ച് കപ്ലറിൽ നിന്നുള്ള ഫോർവേഡ് വോൾട്ടേജ്, റിഫ്ലക്റ്റർ വോൾട്ടേജ് വ്യത്യസ്ത തരം പ്രീസെറ്റുകൾ വഴി ഒരു മീറ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ SWR പവർ മീറ്ററായി അതിനെ മാറ്റാവുന്നതാണ്. ഇതുപോലുള്ള സിംഗിൾ നീഡ് മീറ്റർ, ക്രോസ് നീഡിൽ മീറ്റർ എന്നിവയിൽ SWR
പവർ മീറ്റർ ഉണ്ടാക്കുന്നതിൻ്റെ വിശദമായ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മോണി മാച്ച് കപ്ലറിനെ പറ്റിയോ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ചെയ്ത ടാൻഡം മാച്ച് കപ്ലറിനെ പറ്റിയോ കൂടുതൽ വിശദീകരണം ആവശ്യമാണെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. ദിസ് ഈസ് VU2 TDD ഫ്രം ക്രേസി ഹാംസ് ഇലക്ട്രോണിക്സ്. ബൈ ബൈ.